وأمرها فلم يك في تفصيله يطلب الخرص عليه صلاة الله ثم سلامه مع الآل والأصحاب من عمه خصا عليه صلاة الله ثم سلامه صلاة بها من بحره تدرك المصا. ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ബോധമുണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു വിവരം കിട്ടിയിരുന്നെങ്കിൽ, ഹൽ അഫൂസ് എനിക്ക് വിജയിക്കാനാവുമോ ബിസൗറത്തിൻ ഒരു സന്ദർശനം കൊണ്ട് എങ്ങോട്ടില്ല ദാരി ഹബീബില്ല ഹബീബുള്ളാന്റെ വീട്ടിലേക്ക്. അല്ല അമലുൻ നസാദ് എനിക്ക് പെട്ടെന്ന് ചെയ്യാനാവുമോ? എൻ്റെ അത്ഭുതമേ, എൻ്റെ ആശ്ചര്യമേ, എനിക്കത് കഴിയോ എന്ന്. മദീനയിലേക്കൊന്ന് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുമോ? ഏതാണ് മദീന? ദിയാറുൻ, അത് ചില വീടുകളുള്ള നാടാണ്. ലിമൻ, ഒരാൾക്കൊരുക്കി വെച്ച, അത് ബാത്ത, ആ ആൾ ആൾ ജീവിച്ചു പോയത് അർശല്യ അർഷി. ഇവിടെ ബാത്തക്ക് അർത്ഥം രാപ്പാർത്തു എന്നാണ് ബാത്തക്ക് അർത്ഥം, പക്ഷെ ജീവിച്ചു പോയി എന്നാണ് അർത്ഥം. ഒരു പ്രയോഗം, അതിന്റെ ഉദ്ദേശം അതാണ്. ആ ആള് ജീവിച്ചത് അർശല്യ അർഷിഹി, അള്ളാഹുവിന്റെ അർഷിനും അർഷായിട്ടാണ്. അർഷിന്റെ പൂർത്തീകരണമാണ് മുഹമ്മദ്. എല്ലാവർക്കും മീതെയാണ് അർഷെങ്കിൽ മുഹമ്മദിന്റെ താഴെയാണ് അർഷ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താണ് അള്ളാഹു അങ്ങനെ ആക്കിയത്? അള്ളാഹു പരമാധികാരിയാണ്. പരമാധികാരി ഈ പുഡിങ് ആളുകൾ തിരക്കാണ്. അപ്പൊ നമ്മൾ പുഡിങ് വാങ്ങിട്ടാണ്. എന്തുകൊണ്ട്? മുദ്ദത്തെ ശരി, ഒരു മാസം വെള്ളം തന്നെ കിട്ടാത്ത മാതിരിയാണ്. എന്ത് എന്റെ അതിന്റെ പോന്റെ ശരീരം അങ്ങനെയാണ്. ഇതൊന്നും റൂഹ് സമ്മതിക്കൂല. നേരത്തെ റൂഹ്, ഇപ്പത്തെ റൂഹിന് പ്രശ്നമല്ല. ഇപ്പൊ റൂഹ് മുക്കന്റെ മകളായി, ഇപ്പൊ മരുവളായി മാറി. പറഞ്ഞ മനസ്സിലായി. വളരെ വളരെ ഒക്കെ തന്നെ കൊടുത്തിട്ട് ചിന്തിക്കണം. മുഹമ്മദ് എന്ന ആൾ ബാത്ത അർശല്യ അർഷിഹി, അർഷിനും അർഷായിട്ടാണ് ജീവിച്ചു പോയത്. പിന്നെ ഈ മനുഷ്യനെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? നമ്മളൊക്കെ ബുദ്ധിക്ക് വഴിപ്പെട്ട റൂഹ, അതായത് ഗ്രഹണം ബാധിച്ചു നമ്മുടെ റൂഹിന്. അങ്ങനത്തെ നമുക്ക് ഗ്രഹണം ബാധിക്കാത്ത വ്യക്തിയെ മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല. ഒരിക്കലും കഴിയില്ല. നമുക്ക് മുഹമ്മദ് മുസ്തഫാനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലിമിന്നാസഭ കതിരൊക്കെയും മനുഷ്യന്റെ അക്കലുകൾക്ക് അനുസരിച്ചേ അവനോട് പറയാൻ പറ്റുള്ളൂ. എനിക്കെന്നെ മനസ്സിലാവുന്ന ചില കാര്യം മുഴുവനും ഞങ്ങളോട് അറിയില്ല. എന്തുകൊണ്ട്? അവരോട് പറഞ്ഞാൽ സ്വീകരിക്കൂല, ഉൾക്കൊള്ളൂല. എനിക്ക് കിട്ടിയത് തന്നെ, എനിക്ക് കിട്ടിയ ആ അറിവ് തന്നെ അറിവിന്റെ 10,000-ൽ ചെറിയൊരു അംശം മാത്രമേ ഇരിക്കും. അതുപോലും എനിക്ക് ഞാൻ കേട്ടിട്ട് നിങ്ങളോട് അറിയില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ യഥാർത്ഥ അറിവോ എവിടെയായിരിക്കും? ഈ മനുഷ്യന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മുഹമ്മദ് എന്ന മനുഷ്യനെ നമ്മൾക്ക് ഒരു മുഹമ്മദ് എന്ന മനുഷ്യന് ഒരു മന്ദബുദ്ധിയെ പോലെ അല്ലാതെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അല്ലെങ്കിലും ഇത്തിബാഴാണ് പ്രധാനം. ഇത്തിബാഴ് എന്നാൽ അന്ധമായ പിൻപറ്റലാണ്. മനസ്സിലായില്ല. ഇത്തിബാഴ് ചെയ്യാനാ പറഞ്ഞത്. ഇത്തിബാഴ് ചെയ്യുന്നത് ഇങ്ങോട്ട് നോക്കി. ഇത്തിബാഴ് ചെയ്യുന്നത് എന്താണ്? ഇത്തിബാഴ് എന്താ? ഇത്തിബാഴ് എന്നാണ് വാക്കിന്റെ അർത്ഥം. പിമ്പറ്ററിന്റെ അർത്ഥം മലയാളം എന്നോട് പറയണ്ട. നിങ്ങൾ മനുഷ്യന്മാര് പറയുന്ന അർത്ഥം പിമ്പറ്ററിന്റെ എന്താ? പിമ്പറ്റർ അവർക്ക് ബുദ്ധി അടിമപ്പെടുത്താം. ഞാൻ ഇപ്പം ഇവിടുന്ന് ക്ലാസ്സിന് കഴിഞ്ഞോളുമ്പോൾ തന്നെ നിങ്ങളൊക്കെ എൻ്റെ ഇത്തിബാഴ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോകാറോ നിങ്ങളോട് എന്ത് എവിടുക്കുന്ന വരെ നിങ്ങൾ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഇത്തിബാഴ് ചെയ്യുന്ന ആളുകളുമല്ല. നിങ്ങൾക്ക് അത്രയും സത്യസന്ധനാണെന്ന് വിശ്വാസമുള്ള ഒരാളങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചു. ഈ ആൾ അത്ര വലിയ ഒരു ഭയങ്കര ലെജൻഡ്, ഭയങ്കര ഉഷാറുള്ള ആളാണ്, സത്യസന്ധനാണ്, 100% അബദ്ധം പിണയാത്ത ഒരാളാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാലേ ഇത്തിബാഴ് എന്ന് ചെയ്യാൻ പറ്റുള്ളൂ.
നീ ഈ വ്യക്തി ചോദ്യം ചെയ്യാൻ വരെ പാടില്ല. എന്തുകൊണ്ട് ചോദ്യം ചെയ്ത പിന്നെ എത്തിപ്പായില്ല. പോകർ എവിടേക്ക് പോണ്, എന്താ വർത്താനം, അപ്പൊ പിന്നെ എത്തിപ്പായ. അതായത് നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയി അപകടത്തിൽ പെടുത്തുമോ, അതല്ല നിങ്ങൾ അപകടത്തിൽ പെടുത്തൂലെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞിരുന്നാൽ അവിടെ എന്തല്ല അത് ഇത്തിബാഅല്ല. പൂർണ്ണത എത്തിയ ഒരു റൂഹിന് പൂർണ്ണത എത്താത്തവർ സമർപ്പിക്കണം. അതിന്റെ താഴെയുള്ളവർക്ക് മുഴുവനും അത് അന്ധവിശ്വാസമാണ്. ഇപ്പൊ ഇസ്ലാം നിരീശ്വരവാദിക്ക് അന്ധവിശ്വാസമായിരിക്കും. നീ അന്ധവിശ്വാസമല്ലാതെ സത്യവിശ്വാസമാക്കി പറഞ്ഞു കൊടുക്കാൻ നമുക്കൊണ്ട് കഴിയൂല. നമുക്ക് പോലും അറിയാത്തത് ഒരാളെ പിൻപറ്റിയത്. ആ ആള് എന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ മുഹമ്മദ് നബിയെ എങ്ങനെ ഉൾക്കൊണ്ട്, നിങ്ങൾ മുസ്ലിമാണോ കാഫറാണോ എന്ന് എപ്പോൾ തീരുമാനിച്ചത്? നിങ്ങൾ മുഹമ്മദ് നബിയെ എങ്ങനെ ഉൾക്കൊണ്ട്? എന്താണോ അവിടുന്ന് ഉദ്ദേശിച്ചത് അതിനെല്ലാം ഞാൻ വാസ്തവമാക്കി. അതെന്താണ് എനിക്കറിയേണ്ട ആവശ്യമല്ല. ഇതിന് അന്ധവിശ്വാസം എന്താ പറയാ? അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധമായി വിശ്വസിക്കൽ. അത് നമ്മളൊരു നെഗറ്റീവ് പൊസിഷനിൽ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണല്ലോ ആ പദം മോശമായത്. അത് പോസിറ്റീവ് മോഡലും മർത്തബയിലും കൊണ്ടു വെക്കാലോ. അപ്പൊ നിങ്ങൾക്ക് അത്രയും എന്നെ ഉറപ്പാണെങ്കിൽ നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കുന്നു. ഒക്കെ അന്ധവിശ്വാസമല്ലേ? നിങ്ങൾക്ക് ന്യായം പറയുന്നില്ല. നിങ്ങൾ പോകുമ്പോ ഞാനും നിങ്ങളും പോവുകയാണ്. എന്ത് പോവുക? ഇങ്ങനെ പോയി. അപ്പൊ നിങ്ങളെ ഷമീറിന്റെ ചങ്ങായി വിളിച്ചു ചോദിച്ചു, എവിടുക്കാന്ന് എനിക്കറിയാം. എവിടുക്കാന്ന് എനിക്കറിയില്ല. എടുക്കാന്ന് അനക്കും അറിയില്ലെങ്കിൽ ആ ചങ്ങായി എന്താ എന്നോട് പറയാം, എവിടുക്കാണ് ഈ പോണത് വരെ എനക്കറിയാതെ എന്തിനാണ് നമുക്ക് പോണെന്ന് വെച്ചാൽ എന്താ മറുപടി? മതം മൊത്തം അന്ധവിശ്വാസം. ഞാൻ പറഞ്ഞ നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവാണ്. അതായത് മതം പറയുന്നതൊക്കെ മതത്തിന് നിന്നെ എത്തിച്ചേർക്കേണ്ട ഇടം നിനക്കറിയുമെങ്കിൽ നീ എന്തിനാ വ്യക്തിയെ പിൻപറ്റുന്നത്? എനിക്കെന്നെ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. മുഹമ്മദ് നബി എത്തിച്ചേർന്നിടത്തൊക്കെ നീ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ അവലംബിക്കണം. എന്തിനാ? എനിക്കത് പോയിക്കൂടെ? അപ്പൊ മുഹമ്മദ് എന്ന ആളെ നീ അവലംബിക്കുമ്പോൾ നീ അവിടെ ആരാ? അന്ധവിശ്വാസിയ, 100% അന്ധവിശ്വാസിയ. ഞാനിവിടെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധമായി, അതായത് നിനക്ക് അവിടെ വേണ്ട. അപ്പൊ കണ്ണ് കുരുടൻ എന്ത് ചെയ്യാണല്ലോ? അയാളുടെ കൈ പിടിച്ചവന് അന്ധമായി അയാൾ പിൻപറ്റില്ലേ? കാരണം അയാൾക്ക് എന്തുണ്ട്? അയാളുടെ വെളിച്ചല്ലായ്മ എന്നതാണ് അയാളുടെ മർത്തബ. അപ്പൊ അയാൾ പിൻപറ്റണം. എന്ത്? ഇയാൾ കണിച്ചിട്ടാണ് കൊണ്ടുപോയിട്ടെങ്കിൽ ഇയാൾ കണിച്ചിൽ വീഴും. പക്ഷെ ഇയാൾക്ക് വിശ്വാസമാണ്. എന്ത്? എന്റെ മകനാണ് എന്റെ കൈ പിടിക്കണത്, എന്റെ ഓളാണ് എന്റെ കൈ പിടിക്കണത്, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് എന്റെ കൈ പിടിക്കണത്, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്, അയാൾ എന്നെ കണത്തിലേക്ക് കൊണ്ടുപോയി തള്ളിയിടൂല എന്ന വിശ്വാസപ്പുറത്ത് മാത്രമല്ല ഇയാൾ പോണേ. കിണറിങ്ങനെ കാണുമ്പോഴത്തിന് നടക്കൂലട്ടോ, ആ ജാതി വളവൊന്നും നിന്നെ കൊണ്ടമേ നടക്കൂല, പോടാന്ന് പറഞ്ഞാൽ ഇവൻ കുരുടനോ അല്ലല്ലോ. അവൻ പിരിവർത്ത മണിക്കുരുടനായി നോക്കിയല്ലേ. നിങ്ങളിന്റെ കൂടെ അല്ല. ഒറിജിനൽ കുരുടന് കാണാൻ കഴിയില്ല. അപ്പോൾ അയാൾ അന്ധമായി വിശ്വസിക്കാണ്. ആര്? കൈ പിടിച്ച് പറയടോ, കൈ പിടിച്ച്. ഇതന്നെല്ലോ മതം. സ്വയം കണ്ണുണ്ടെങ്കിൽ എന്തിനാ ഇയാള്? സ്വയം നിനക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ എങ്കിൽ നബി എന്തിന്? അപ്പൊ മനുഷ്യനൊന്നും കണ്ണില്ല, എത്തേണ്ടതിനെ കുറിച്ച് ഒരു ഉറപ്പുമില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധരെന്ന് അള്ളാഹു സർട്ടിഫൈ ചെയ്ത ഒരാളെ നമ്മൾക്ക് അയച്ചത്. ഇനി നമുക്ക് എന്തേ ഉള്ളൂ? പറയുന്നത് അന്ധവിശ്വാസം, അന്ധമായി പിൻപറ്റൽ. അല്ലാതെ മതം അന്ധവിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ നിരീശ്വരവാദികളോട് വാദപ്രതിവാദം നടത്തരുത് എന്ന് പറയുന്നത്. ഒരു ദിവസം നീ ജയിച്ചാൽ അടുത്ത ദിവസം നീ തോൽക്കും. എന്തുകൊണ്ട്? അവർ കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടതിനെ കാണിച്ചു കൊടുക്കാൻ
ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ട്? നിന്റെ അക്കലിന് പുറത്താണ് കാര്യം. അക്കലിന്റെ പരിധിയിലാണെങ്കിൽ അത് മതമല്ല. ഞാൻ നിരീശ്വരവാദികളോട് വാദപ്രതിവാദം തന്നെ എതിരാണ്. പിന്നെന്താണ്? അത്രയും വലിയ ജ്ഞാനികളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാര്, സൂഫികൾ, മഹർഷികൾ അവർക്കാണ്. കാരണം അവർക്ക് ദൈവിക സിദ്ധി ഉണ്ടാവും. എന്താ കണ്ട് കാണിച്ചാൻ പറ്റും? ഞാൻ സംഭവം പറയാം. നിസ്കാരത്തിന് ഇമാമ നിൽക്കുന്നതിനിടയിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു ഒരടി മുന്നോട്ട് വെച്ചു, പിന്നെ അടി പിന്നോട്ടും വെച്ചു, നിസ്കരിച്ചു. നിസ്കാരം അപ്പോൾ സ്വഹാബികൾ നിസ്കാരത്തിന്റെ അമലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ നബി قدمت رجلك مرة وأخرت അവർ ചോദിച്ചു, നബി ഒരടി മുന്നോട്ട് വെച്ച് പിന്നെ നിസ്കാരത്തിനിടയിൽ പിന്നോട്ടൊക്കെ ഞങ്ങൾക്ക് നിസ്കാരത്തിലാണ് അങ്ങനെ ചെയ്ത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ട് ഇപ്പോൾ അങ്ങനെയും കണ്ടു, അതെന്തേ? അപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു പഴക്കുല സ്വർഗത്തിൽ നിന്ന് ഈ മെഹ്റാബിന്റെ ഇടയിൽ ഒരു പഴക്കുല കാണിച്ചു. ഞാൻ ആ പഴക്കുല എടുത്തു വെക്കാൻ വേണ്ടി കൈ ഒരടി മുന്നോട്ട് വെച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു, എന്ത്? സ്വർഗത്തിലെ പഴക്കുല, അതിന്റെ പ്രത്യേകത പഴം ഒരിക്കലും അവസാനിക്കൂല എന്നുള്ളതാണ്. മനസ്സിലായില്ല? ഒരു പഴം അതിനെടുത്താൽ അടുത്ത പഴം അവിടെ തന്നെ. അത് പിന്നെ തക്കൂനു ഫിത്നതൻ, എനിക്ക് ശേഷം നിങ്ങൾക്കൊരു ഫിത്നയായി. അതുകൊണ്ട് ഞാനത് നബീന്റെ പേര് തല്ലുണ്ടാവും. എന്ത്? മദീനത്തെ പഴക്കൊലുണ്ട്, അതിലൊരു പഴാണിതെന്ന് പറഞ്ഞ ഒരാൾ നിങ്ങൾക്ക് കൊണ്ട് നന്നാൽ തന്നെ നിങ്ങൾ അത് അംഗീകരിക്കില്ല. അത് പഴമാണെന്നോ അത് പഴമല്ലെന്ന്, ഒറിജിനൽ പഴമാണെന്ന് ഒരു മുടിനെ പറ്റി നമ്മൾ 17 കൊല്ലം തർക്കിച്ച്. മുടിയാണ്, മുടിയല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല, മറ്റേ ഇപ്പോഴും പ്രശ്നം തീരൂല്ല എന്നതുപോലെ ഇനി എന്തൊരു പ്രശ്നം ഉണ്ടാവും. പിന്നെ എനിക്ക് അതൊരു ഫിത്നയാവണ്ടെന്ന് വിചാരിച്ച് ഞാനത് ഒഴിവാക്കിയതാണ്. ഇവിടെ നമ്മൾ ഈ മനുഷ്യനെ വിശ്വസിക്കൂലെങ്കിൽ ഇതിനെന്താ അർത്ഥം? ഈ മനുഷ്യൻ നേരല്ലാത്തൊരു കാര്യം നമ്മളോട് പറയില്ല എന്ന് ഉറപ്പില്ലാത്തൊരു വ്യക്തിക്ക് നമ്മൾ ഇനി എന്താ പറയാ? ഇതിനെപ്പറ്റി, ഈ അതീതിനെ പറ്റി, ബുഖാരി എന്നൊരു അതീതിനെ പറ്റി ഒരു നിരീശ്വരവാദി ചോദിച്ചാൽ എന്താ മറുപടി? എന്തായാലും മറുപടി എന്താ മറുപടി? അല്ലേ, അവിടെ എപ്പോഴും എന്ത് പറഞ്ഞാലും അയാൾക്ക് പഴുതുണ്ടാവും. അയാളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്കൊണ്ട് സ്വന്തം കഴിവ് അംഗീകരിക്കലാണ് നിരീശ്വരവാദം. സ്വന്തം കഴിവുകൾ അംഗീകരിക്കലാണ് മതം. നിങ്ങളെന്റെ കൂടെയില്ല. മതത്തെയും നിരീശ്വരത്തിൽ നമ്മൾ അന്വേഷിച്ചാൽ അങ്ങനെയാണ്. സ്വന്തം കഴിവ് അംഗീകരിക്കൽ മതവും, സ്വന്തം കഴിവുകൾ അംഗീകരിക്കൽ, സ്വന്തം കഴിവ് അംഗീകരിക്കൽ നിരീശ്വരവാദവും, സ്വന്തം കഴിവുകൾ അംഗീകരിക്കൽ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അർശി എന്ന വരി വന്നതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ചത്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അർശിന്റെ മേലുള്ള ഒരാളാണ്. മനസ്സിലായോ? അതായത് അർശിനും അപ്പുറത്താണ്. ഈ മനുഷ്യന് കൊടുത്തതിൻ്റെ ഒരു 10% 1% പോലും അള്ളാഹു അർശിന് കൊടുത്തിട്ടില്ല. ചരിത്രത്തിൽ ഒരു 63 വയസ്സ് ജീവിച്ച ഒരു വ്യക്തി ഇങ്ങനെ ആയത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇല്ല. അപ്പോൾ പിന്നെ ആ മനുഷ്യൻ ചെയ്ത ഒരു കാര്യത്തിന് മറുപടി ഉണ്ടാവില്ല, ഒന്നിനും മറുപടി ഉണ്ടാവില്ല. ആ മറുപടിയൊക്കെ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തേക്കും. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഹബീബ റസൂലുള്ളാഹി 9 വയസ്സിൽ കല്യാണം കഴിച്ചു. സപ്പോസ്, മനസ്സിലായില്ലേ? ഒരു 2 തർക്കമുണ്ട്. ആ തർക്കത്തിന്റെ ഭാഗമല്ല ഇപ്പൊ ഞാൻ ഈ പറയുന്നത്. നീ തിരിച്ച് ഒരു ഭാര്യ ഭർത്താവ് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നപ്പോൾ റസൂലുള്ളാഹി എന്ത് പറഞ്ഞു? വയറ്റിലുള്ളത് പെൺകുട്ടിയാണ്, പ്രസവിച്ചാൽ എനിക്ക് കെട്ടിച്ചേരണം എന്ന് പറഞ്ഞാലും എനിക്കതിൽ അത്ഭുതമല്ല. എന്തുകൊണ്ട്? അവരെന്ത് ഉദ്ദേശിച്ചിട്ടുണ്ടാവും? നമ്മളെ ബുദ്ധിക്ക് അപ്പുറം. ഈ മനുഷ്യൻ എന്ത് നമ്മളെ ബുദ്ധിക്ക് അപ്പുറത്താണ്. ഈ മനുഷ്യൻ എന്ത് ചെയ്താലും ബുദ്ധിക്ക് അപ്പുറത്താണ്, എന്ത് ചെയ്താലും ബുദ്ധിക്ക് അപ്പുറത്താണ്.
പിന്നെ ബുദ്ധിയിലേക്ക് ചിലപ്പോൾ ആ വ്യക്തിക്ക് ഇറങ്ങി വരാൻ കഴിഞ്ഞേക്കാം. അത് മനുഷ്യനെ കഴിയുക, മനസ്സിലായില്ല. എന്നാലും ബുദ്ധിക്കപ്പുറമുള്ളതും ഈ മനുഷ്യൻ ചെയ്തു നോക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ല, ബുദ്ധിക്കുള്ളിലുള്ളതും ചെയ്യാം, ബുദ്ധിക്കപ്പുറത്തുള്ളതും ചെയ്യാം. കാരണം ഈ മനുഷ്യൻ ബന്ധം മേലേക്കാണ്, നമുക്ക് ബന്ധം താഴേക്കാണ്. മുഹമ്മദ് എന്ന ഒരാൾക്ക് മനസ്സിലാവുണ്ട് പറഞ്ഞത്, മുഹമ്മദ് എന്ന ഒരാൾക്ക് ഇപ്പൊ ഉദാഹരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പാറക്കല്ലിൽ ജനങ്ങൾ ആവശ്യപ്പെട്ട് 12 ഗോത്രങ്ങളാണ് അസ്ബാത്ത്. ആ 12 ഗോത്രക്കാരാണ് മൂസാ നബിയുടെ ജനത. അവരൊരിക്കൽ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ ഒരു കല്ലിൽ അടിച്ചിട്ട് എന്ത് ചെയ്തു? ഉറവ പൊട്ടി. എത്ര ഉറവ പൊട്ടി? എത്ര ഉറവ പൊട്ടി? 12. ഇവരിങ്ങനെ ഏരിയകൾ മാറി മാറി താമസിക്കുന്നതിനനുസരിച്ച് ഈ കല്ല് ഏറ്റുകൊണ്ടു. ആ കല്ല് വെള്ളം ഇങ്ങനെ വന്നു കൊടുക്കും. അതെങ്ങനെ വെള്ളം വരിക? ഇന്നിപ്പോ ഈ കല്ലിനെ പറ്റി പറഞ്ഞാൽ അന്ധവിശ്വാസമായി പറയും. ഒരിടത്ത് വെച്ച ഒരു പാറയല്ല ഇത്. ഈ പാറയെ ആവശ്യപ്രകാരം അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതിനെന്ത് ചെയ്യും? ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ് ആ പാറയിന് എത്ര ഉറവ? 12 ഉറവകൾ അതിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പം ഇസ്രായേലി ജനത ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയക്ക് മാറും. സിനായ് മരുഭൂമി മൊത്തം അവർ താമസിച്ചു. ഏകദേശം 60,000 ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ത്? സിനായ് മരുഭൂമി. ഈ സിനായ് മരുഭൂമി മുഴുവൻ അവർ മാറി 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 താമസിച്ചിട്ടുണ്ട്. ഈ മാറി താമസിക്കുന്നതിനൊക്കെ അനുസരിച്ച് ഈ കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കൊണ്ടുപോകും. അപ്പോഴെല്ലാം എന്ത് ചെയ്യും? വെള്ളം വരും. വെള്ളം അങ്ങനെ വരും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇത് എവിടുന്ന ഈ വെള്ളം വരുന്നത്? ഭൂമിയിൽ വെച്ചതാണെങ്കിൽ മനസ്സിലാക്കാം. എന്ത്? ആ ഭൂമിന്റെ അടിയിൽ നിന്ന് വെള്ളം വരുന്നത്. ഇത് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇതാണ് ഒരു താരിഖ്. ആവശ്യത്തിനനുസരിച്ച് ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് ഈ പാറക്കല്ല് നീക്കിക്കൊണ്ടുപോകാനായി ഉണ്ടാകുന്ന വെച്ചിട്ടാണ് ഒരു ചരിത്രപക്ഷം. ആ പക്ഷം അനുസരിച്ച് ചിന്തിക്കുക. അന്ന് അവർക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. കണ്ണിന്റെ മുന്നില ഇന്നോ ഇന്നിപ്പോ അങ്ങനെ ഒരു കല്ലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. കാരണം ആ കല്ലിന് വെള്ളം കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല. ഇതൊരു ജാദു അല്ല, ഇതൊരു ബ്ലാക്ക് മാജിക് അല്ല, ഇതൊരു കൺകെട്ടല്ല. കൺകെട്ടുകാരൻ എന്ന് കാണിക്കാൻ കഴിയും. ഇത് യാഥാർത്ഥ്യമാണ്. ഞാന് പ്രസംഗം കഴിഞ്ഞിട്ട് അടുത്ത പാലത്തെ സ്റ്റേജിൽ തളർന്നിരിക്കുമ്പോൾ ഒരു ആള് വെള്ളക്കുപ്പായം വെള്ള തുണിയിൽ കണ്ണടക്കി വെച്ച ഒരാള് എൻ്റെ അടുത്ത് വന്നാണ്, ഉസ്താദ് തളർന്നിരിക്കല്ലേ, ഞങ്ങൾക്കൊരു മാജിക് കാണിച്ചു. ആ മാജിക് ആയിക്കോട്ടെ. അപ്പൊ അയാള് മേശപ്പുറത്ത് കിടക്കുന്ന മനോരമ പത്രം എടുത്തു. എന്നിട്ട് അയാൾ അതിൽ നിന്നൊരു കഷ്ണം ചീന്തിയിട്ട് ആ കഷ്ണത്തെ അയാൾ നാലാക്കി കഷ്ണിച്ച് വൃത്തിയാക്കി. മനസ്സിലാണ്ടോ പറഞ്ഞത്? നോട്ടിന്റെ പാകത്തിൽ വൃത്തിയാക്കിയിട്ട് അയാൾ എന്ത് ചെയ്തു? 100 നോട്ടിന്റെ പാകത്തിൽ അത് വൃത്തിയാക്കി ഒക്കെ ചെയ്തതിന് ശേഷം അയാൾ എൻ്റെ മുന്നിൽ ഇത് 400 രൂപയാണ് പറഞ്ഞ 4 കഷ്ണം കടലാസല്ലേ ഉസ്താദ്? അതെ. ഇനി ഞാൻ നിങ്ങൾക്ക് 400 രൂപ കാണിച്ചു തരാം. ഇങ്ങനെ കാണിച്ച് പിന്നെ 400 രൂപയ്ക്ക്. അതായത് ഒരു 10 സെക്കൻഡ് കൊണ്ട് ഈ 4 കഷ്ണം മനോഹരമായ പേപ്പർ എന്തായി? 400 രൂപ. അങ്ങനെ 400 രൂപ കാണിച്ചെന്ന് എല്ലാം കഴിഞ്ഞ് ജാതുക്കെ കഴിഞ്ഞ് നിർത്തി. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പണി? എത്ര ശമ്പളം? 1500 രൂപ. ശരി, കിട്ടിയായ മനുഷ്യ 10 സെക്കൻഡ് കൊണ്ട് 400 രൂപ ഉണ്ടാക്കാൻ കഴിയണം. നിങ്ങൾ എന്തിനാണ് ഒരു മാസത്തില് 1500 രൂപ? 20 കൊല്ലം മുമ്പാ. നിങ്ങൾ എന്തിനാണ് മനുഷ്യ ഒരു 1500 രൂപ ശമ്പളത്തിന് നിൽക്കുന്നത്? നിങ്ങൾ 30 ദിവസം നയിച്ചാൽ നിങ്ങൾക്ക് എത്രയേ കിട്ടുള്ളൂ? 1500. നിങ്ങൾക്ക് ഇപ്പൊ 10 സെക്കൻഡ് കൊണ്ട് എന്ത്? അപ്പോ അയാൾ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾക്ക് രഹസ്യം പറഞ്ഞുതരാം, ഇത് നിങ്ങൾ 500 ഉണ്ടാക്കി തരുന്നതാണ് എനിക്ക് കഴിയൂല. എന്തുകൊണ്ട്? എൻ്റെ കയ്യിൽ ഓൾറെഡി 400 രൂപ ഉണ്ട്. എൻ്റെ ഫാസ്റ്റായ മൂവ്മെന്റിനിടയിൽ കടലാസ് മാറ്റി നോട്ടാക്കിയത് നിങ്ങൾ കണ്ടില്ല.
അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത്രയും ഫാസ്റ്റായിട്ടാണ് ഞാനത് ചെയ്തത്. മനസ്സിലായില്ല? ഇതാണ് കൺകെട്ട്. ഇതെന്തല്ല കുട്ടിയെ കരി വാങ്ങണമെങ്കിൽ എന്ത് വേണം? അത് റേഷൻ കൂടി പോയിട്ട് ഇങ്ങനെ അട്ടിട്ട് കാര്യമല്ല. മനസ്സിലായോ? ഇതല്ല മൂസനബിന്റെ വെള്ളം. ആയിരക്കണക്കായ ആളുകൾ വെള്ളം കുടിക്കുക. അത് യാഥാർത്ഥ്യം. പക്ഷെ ഇന്ന് നമ്മൾ നിരീശ്വരവാദികളുടെ മുന്നിൽ തോറ്റു. ബുദ്ധിക്കപ്പുറം അമ്പ്യാക്കൾ പറഞ്ഞൊക്കെ ബുദ്ധിക്കപ്പുറം. പക്ഷെ ചിലപ്പോൾ ബുദ്ധിക്കുളിലേക്ക് ഇറങ്ങി വന്നേക്കാം. എന്തുകൊണ്ട്? സമൂഹത്തെ സംസ്കരിക്കാൻ വേണ്ടി. പക്ഷെ അവർ പറഞ്ഞ പലതും അപ്പുറത്ത്. സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തെ പറ്റി പഠിക്കാത്തതുകൊണ്ട് സ്വർഗത്തെ പറ്റി പഠിച്ചെന്നു നിരീശ്വരവാദികൾ. അല്ലെങ്കിൽ നിങ്ങൾ എത്തിപ്പായണം, അന്ധമായി അനുകരിക്കണം. ഇന്ന ഫിൽ ജനത്തിലെ ശരീരത്തിൽ ഒരു ഉദാഹരണം പറയാം. സ്വർഗത്തിൽ ഒരു മരമുണ്ട്. നിപുണനായ കുതിര ഓട്ടക്കാരൻ 100 വർഷം കുതിര ഓടിച്ചാലും ആ മരം മുറിച്ചു കിടക്കാൻ കഴിയില്ല. അത് പൂർണ്ണമായി സ്വർണമാണ്. അതായത് സ്വർഗത്തിലൊരു മരമുണ്ട്, ഒരു മരം. ആ മരം, സ്വർഗത്തിലെ എല്ലാ മരവും സ്വർണ്ണം. നിങ്ങൾക്ക് ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം പറയണം. സ്വർഗത്തിലെ എല്ലാ മരവും എന്താണ്? സ്വർണ്ണം. അത് ഫത്തുസ്മിറു, ആ മരങ്ങളൊക്കെ എന്തുമാവും? കായ്ക്കും ചെയ്യും. 1ാം നമ്പർ പഴമായിരിക്കും, ആ പഴങ്ങൾ കഴിക്കാം. പക്ഷെ മരം എന്താണ്? സ്വർണ്ണം. ഇതെങ്ങനെ അംഗീകരിക്കാം? ഇതെങ്ങനെ അംഗീകരിക്കാം? പഴം എന്ത്? പഴം വാഴപ്പഴം, കദളിപ്പഴം, മറ്റേ മനസ്സിലായില്ല, മാതളം, നിർമാതളം, ഇതൊക്കെ തന്നെയാ പഴം. പക്ഷെ മരം എന്തായിരിക്കും? ഇപ്പൊ വാഴപ്പഴം ഉണ്ടാവും, പക്ഷെ വാഴ എന്തായിരിക്കും? സ്വർണം. പഴോ ഒറിജിനൽ വാഴപ്പഴം തന്നെ. ഇതിനേക്കാൾ ഭംഗിയുള്ള, ഇതിനേക്കാൾ രുചിയുള്ള വാഴപ്പഴം തന്നെ. ഭൂമിയിലെ വാഴപ്പഴത്തിനേക്കാൾ രുചിയുള്ള വാഴപ്പഴം, പക്ഷെ വാഴയോ സ്വർണം. സ്വർണമായ വാഴക്ക് സ്വർണമായ പഴം ഉണ്ടായ ഓക്കെ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ, എന്നാലും അംഗീകരിക്കാൻ കഴിയണില്ല, എന്നാലും ആയിക്കോട്ടെ എന്ന് നമുക്ക് പറയാം. അതേ സമയത്ത് സ്വർണമായ വാഴപ്പഴത്തിന് നല്ല 1ാം നമ്പർ വാഴപ്പഴം പിന്നെ ഭക്ഷണമായി തരികയാണെങ്കിൽ അത് അതിൻ്റെ അപ്പുറത്തന്നെ. ഒരു മരത്തിന്റെ വർത്താനം പറയും വേണ്ട. അത് അത്രയും പിടി കൊടുക്കാൻ കഴിയാത്ത ഒരു മരം. ആ മരത്തിന്റെ വീതി മനസ്സിലായില്ല, അതിന്റെ ഒരു വെടുത്ത് മുറിച്ച് കിടക്കാൻ ആർക്ക് കഴിയില്ല? നിപുണനായ കുതിരയോട്ടക്കാരൻ 100 വർഷം കുതിര ഓടിച്ചാൽ കഴിയില്ല. ഇതിനെങ്ങനെ എങ്ങനെ അംഗീകരിക്കാം? ഇത് ബുദ്ധി എങ്ങനെ അംഗീകരിക്കാം? മനസ്സിലാവും? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പൊ നമ്മൾ അന്ധവിശ്വാസം, ഇത് അന്ധവിശ്വാസമാണല്ലേ? അന്ധവിശ്വാസം ഇത് സത്യവിശ്വാസമാണ് മുഅ്മിന്. ഇതിപ്പോ ഈ ഹദീസ് നമ്മൾ നേരെ ഒരു വൃത്തിയായി എഴുതി, നല്ല ഒരു ഷാറുള്ള അക്ഷരത്തെറ്റൊന്നും ഇല്ലാത്ത ഒരാളെ കൊണ്ട് വൃത്തിയായി തിരിച്ച് മാതൃഭൂമിക്ക് അയച്ചൊന്ന് സങ്കല്പിക്കും. മാതൃഭൂമി തിരിച്ചേക്കും. ബാലരമയിൽ വരെ എഴുതാൻ പാടില്ലാത്തതാണ്. ബാലരമ പോലും അത് പ്രസിദ്ധീകരിക്കൂല. കാരണം ആ ജാതി അന്ധവിശ്വാസം പറയണത്. പക്ഷെ ഇതെന്താണ്? വിശ്വാസിക്ക് തത്വവിശ്വാസ. വിശ്വാസി ആരാ? ആരേ വിശ്വാസി? എന്ത് വിശ്വാസിയാണ് അർത്ഥം? ഈ വിശ്വാസിയാണ് എന്താ? ഒരാൾ എന്ത് പറഞ്ഞാലും അംഗീകരിക്കുന്ന ആൾ അയാളുടെ വിശ്വാസി. വിശ്വാസി എന്നതൊരു ജനറൽ വാക്കല്ലല്ലോ ഇസ്ലാമിൽ പറഞ്ഞ വിശ്വാസി. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് വിശ്വാസമല്ലേ, നിരീശ്വര വിശ്വാസമല്ലേ? ഇസ്ലാമിലെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? മുഹമ്മദ് അള്ളാഹുവിൽ നിന്ന് റസൂലിൽ നിന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളെ പൂർണ്ണമായി ബോധ്യപ്പെട്ടത്. ഖുർആൻ പൂർണ്ണം അങ്ങനെ തന്നെ. ഹദീസ് നീ പരിശോധിച്ച് ക്ലിയർ ചെയ്യണം. അത് നിനക്ക് മനസ്സിലാവേണ്ട പറഞ്ഞ അതിന്റെ യാഥാർത്ഥ്യം 100% ശരിയായിരിക്കും. 100% ഇല്ലെങ്കിൽ നീ അത് മനസ്സിലാക്കിയ തെറ്റായിരിക്കും.
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തും എന്ന ചർച്ച നടക്കുന്ന കാലത്ത് മൊറോക്കോയിലെ ഒരു പണ്ഡിതൻ ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യന് കഴിയില്ല എന്ന് വാദിച്ചു. പിന്നീട് 1960 അവസാനം മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി. അപ്പോൾ ഒരു സംഘം ആളുകൾ ഈ പണ്ഡിതനെ അടുത്തേക്ക് വന്നു. അപ്പോൾ ആ പണ്ഡിതൻ എന്ത് പറഞ്ഞു? രണ്ടാമൊരു കാര്യമേ സംഭവിക്കും. ഒരാൾ ഖുർആൻ നോക്കി ഗവേഷണം നടത്തി എന്ത് പറഞ്ഞു? മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്താൻ കഴിയില്ല. ഖുർആൻ നോക്കി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തൂല എന്നൊരായത്ത് ഖുർആനിൽ ഇല്ല. പിന്നെ ഗവേഷണങ്ങളാണ്. ഈ ഗവേഷണം വെച്ച് ഖുർആൻ ഈ പണ്ഡിതൻ പറഞ്ഞതാ. അപ്പൊ പിന്നീട് ചന്ദ്രൻ കാലുകുത്തിയപ്പോൾ ഒരു സംഘം ആളുകൾ ഈ പണ്ഡിതനെ സമീപിച്ചു. നിങ്ങളല്ലേ ഖുർആൻ നോക്കിയിട്ട് മനുഷ്യൻ ചന്ദ്രൻ കാലുകുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നത്? അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു, രണ്ടാലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവും. ഒന്നിരിക്കൽ എന്റെ ഗവേഷണം തെറ്റായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ലോകത്ത് ധാരാളം സയന്റിസ്റ്റുകൾ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയിട്ടില്ല എന്ന അഭിപ്രായക്കാരാണ്. അത് അമേരിക്ക നടത്തിയൊരു നാടകമാണ്, അതിൻ്റെ കൂടെയില്ല. അല്ലാതെ എന്ത് തെറ്റൂല? ഖുർആൻ മനസ്സിലായില്ല, എന്ത് തെറ്റൂല? ഖുർആനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് തെറ്റും. ഖുർആനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് തെറ്റും. അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് ഒരിക്കലും വേദഗ്രന്ഥം അവസാനത്തെ അവലംബമല്ല. ഞാൻ ഖുർആനെ പറ്റി ഒരു വാക്ക് പറയാം. വേദങ്ങളെല്ലാം കണ്ണാടിയാണ്. വേദങ്ങൾ അതൊരു കണ്ണാടിയാണ്. ഒരു ഖുർആന്റെ പ്രതിനിധി, ഒരു മുസാഫിർക്ക് എടുത്തോ. വേദഗ്രന്ഥം ഒരു കണ്ണാടിയാണ്. നീ നിന്നെയാണ് യഥാർത്ഥത്തിൽ ഖുർആനിൽ വായിക്കുന്നത്. ഖുർആൻ ഒരു കണ്ണാടിയാണ്. ഇതിൽ നീ മനനം ചെയ്യുമ്പോൾ നിന്റെ മനസ്സാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിന്റെ ഗവേഷണം അവസാനം അവലംബമാവില്ല. അതിന്റെ കൂടെയില്ല, അതിന്റെ കൂടെ ഇല്ല. സത്യം പറഞ്ഞു, സത്യം സത്യം. നല്ല ഉഷാറിലിരിക്കുകയാണെങ്കിൽ ബാക്കി പറയില്ല, നിങ്ങൾ പഠിച്ചോ. നീ നിന്റെ മനസ്സനുസരിച്ച് ഇതിൽ വായിക്കും, മറ്റൊരാൾ അയാളെ മനസ്സനുസരിച്ചും വായിക്കും. അപ്പോൾ സുന്നിക്കും ഇതിലായത്തുണ്ടാവും, മുജാഹിദിനും ഇതിലായത്തുണ്ടാവും, മതരാഷ്ട്രവാദിയായ ജമാഅത്തുകാരനും ഇതിൽ ആയത്തുണ്ടാവും. അതേ ആയത്ത് ഖാദിയാനിക്കും ഉണ്ടാവും. വേദഗ്രന്ഥം എപ്പോഴും അതുകൊണ്ടാണ് ഒന്നാമത്തെ സൂറത്തിൽ തന്നെ എനിക്കൊന്ന് നന്നാവണല്ലോ എന്ന് പറഞ്ഞപ്പോൾ നീ നല്ലവരെ അവലംബിച്ചോ എന്നത്. അപ്പോൾ അവിടെ കാണുന്നത് നിന്നെയല്ല, പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കൊരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ എനിക്ക് ഓസ്കാർ അവാർഡ് തരാം. എൻ്റെ വർഷം ഈ 2025 എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. അമ്പിയാക്കൾ ആരും ഷിർക്കിനെതിരെ യുദ്ധം ചെയ്തിട്ടില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. ഷബിയുടെ വിവാഹപ്രായത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പുസ്തകം പിൻവലിച്ചു. ചില വിഡ്ഢികൾ വിചാരിച്ച എല്ലാ പുസ്തകവും പിൻവലിച്ചു. പുസ്തകം തൽക്കാലം വിഷമാണെങ്കിൽ വേണ്ട, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ചരിത്രത്തിലെ 2 തോട്ടിനെ നിഷേധിക്കാൻ കഴിയും, ആര് പറഞ്ഞാലും. പിന്നെ നിങ്ങളുടെ അസഹിഷ്ണുത കാരണമാണ് ഞാൻ പറഞ്ഞ വാക്കുകൾ ഏറ്റവും. ചരിത്രത്തിൽ ഇത് 2 വായനുണ്ട്, 100% ഞാൻ പറഞ്ഞ സത്യം. അത് പക്ഷേ അതേസമയത്ത് ആ പുസ്തകം നിറവ് എന്ന പുസ്തകം ചോദിച്ചു. മറ്റു പുസ്തകങ്ങളൊക്കെ നിർബന്ധമായി വായിച്ചിരിക്കണം. ഈ പുസ്തകം വായിക്കേണ്ട പുസ്തകം തന്നെയാണ്, പക്ഷെ കുറച്ചല്ലെങ്കിൽ ഞങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഇപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടത് എന്താ പറഞ്ഞ് അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ 2025 എൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? അതേ സമയത്ത് ടെററിസ്റ്റ് ഇതേ വേദഗ്രന്ഥം വായിച്ചിട്ടാണ് എന്ത് പറയുന്നത്? യുദ്ധങ്ങൾ മുഴുവനും ഷിർക്കിനു എതിരെയാണ്, ഷിർക്ക് യുദ്ധം ചെയ്ത് നീക്കേണ്ടതാണ്. രണ്ടാളെ അവലംബം എന്താണ്?
ഖുർആനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കഴിഞ്ഞത്? ഖുർആൻ ഒരു മിററായതുകൊണ്ടാണ്, ഒരു കണ്ണാടിയാണ്. അത് നീ അതിന്റെ മുന്നിൽ നിന്നാൽ നിന്റെ മുഖേ തെളിയുള്ളൂ. ഞാൻ പോയി നിന്നാൽ നിന്റെ മുഖേ തെളിയുള്ളൂ. നീ അല്ലാഹു ഇല്ലാന്ന് വേണമെങ്കിൽ നിരീശ്വരവാദിക്ക് ഇതിൽ ആയത്തുണ്ടാക്കാൻ കണ്ടിട്ട് കഴിഞ്ഞേക്കും. മുഹമ്മദ് ജെറൂസലേമിൽ വെച്ച് ഒരു സംഘം ജൂതന്മാർ എന്നെ തടഞ്ഞു നിർത്തി. ജെറൂസലേമിന് താഴെ ഭാഗത്ത് വിശാലമായ മെഡിറ്ററേനിയൻ സീ ഇങ്ങനെ വരുന്ന ഏരിയ. അപ്പൊ അവിടെ പോയി ഒരു ഒഴിവുള്ള ദിവസം ഞാൻ അങ്ങനെ പോയിട്ട് കടപ്പുറത്ത് പോയി. നല്ല സമയമുണ്ട്, കാരണം ഞങ്ങളൊരു ബസ്സിലാണ് പോയത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പോയി, ഞാൻ ഒറ്റയ്ക്ക് വരിക. അപ്പോൾ വരുമ്പോൾ ഇങ്ങനെ ഒരു കുന്നിങ്ങനെ കയറുന്ന സ്ഥലത്ത് ഒരു 3-4 ആളുകൾ, പിന്നെ ജൂതന്മാരുടെ സയനിസ്റ്റുകൾക്ക് ചില പ്രത്യേക തരം തൊപ്പികളുണ്ട്, ആ തൊപ്പിട്ട് നിൽക്കുന്നുണ്ട്. അവർ മെല്ലെ 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 എന്നോട് വേറെ അറിയിക്കും. അങ്ങനെ ചോദിച്ച് ഞാൻ ഇന്ത്യക്കാരൻ അങ്ങനെ പറഞ്ഞ് പിന്നെ അവർ ഇതിലേക്ക്. അപ്പൊ അവർ ഖുർആൻ ഓതി സമർത്ഥിക്കുകയാണ്. മുഹമ്മദ് നബി മൂസയെ പോലെ മഹാനല്ല. അതിനവർക്ക് ന്യായം എന്താ അവർ പറഞ്ഞറിയോ? മുഹമ്മദ് എന്ന വാക്ക് ഖുർആൻ പറഞ്ഞത് 4 വട്ടല്ലേ? ഞങ്ങളുടെ പ്രവാചകനെ ഖുർആൻ പറഞ്ഞത് 136 വട്ടാണ്. മനസ്സിലായില്ല? 136 വട്ടം ഖുർആനിൽ നിന്നാണ് ഒരു അക്ഷരത്തിന് പ്രതിഫലം 10 എന്ന് പറഞ്ഞാലേ ബേസ്. നിങ്ങളെ പ്രവാചകനെ ഖുർആനിൽ ഒരാൾ വായിച്ചാൽ അടിസ്ഥാനമായി 40 പ്രതിഫലല്ലേ കിട്ടുള്ളൂ. ഞങ്ങളെ പ്രവാചകനെ വായിച്ചാലോ? മനസ്സിലായില്ല? ഞങ്ങളെ പ്രവാചകനെ വായിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് അയാൾക്ക് എന്ത് കിട്ടും? 136 × 10 1360 കൂലിയെങ്കിലും മൂസ എന്ന വ്യക്തിയിലൂടെ ഖുർആൻ വായിച്ചാൽ നേടുമെന്ന് നിങ്ങളുടെ തന്നെ മതം പറഞ്ഞു. നിങ്ങളുടെ നേതാവായ മുഹമ്മദ് എന്ന വ്യക്തിയുടെ നാമത്തിലൂടെ ഖുർആൻ ഒരാൾക്ക് പരമാവധി അടിസ്ഥാനപരമായി നേടാവുന്ന എത്രയാണ്? 40. ഞങ്ങളെ പ്രവാചകൻ വഴി 1360 ആയിരം മേലെ. അപ്പൊ നിങ്ങളെ പ്രവാചകന്റെ നാമം കൊണ്ടാണോ മഹത്വം? ഞങ്ങളെ പ്രവാചകന്റെ മഹത്വമുള്ള അല്ലേ ഖുർആൻ പറയും? ഇതൊക്കെ പറഞ്ഞ മനസ്സിലായോ? അവർക്ക് മൂസ വലിയ ആളെന്നുള്ളതിന് മിററും എന്തെന്നെയാണ്? ഖുർആനാണ്. അപ്പൊ ഖുർആൻ എന്നത് അതുകൊണ്ടാണ് ഖുർആൻ പരിഭാഷ അവലംബമാക്കരുത് എന്ന് പറഞ്ഞത്. എനിക്കെതിരാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ എതിരാണ്. കാരണം ഖുർആൻ മിറർ മാത്രം. നിങ്ങൾ എന്ത് ആകാശം പൊളിഞ്ഞാൽ ഞാൻ അഭിപ്രായം. കാരണം അത് ഒരു ദിവസത്തെ അഭിപ്രായമല്ല, 25 കൊല്ലത്തേക്ക് വേഷമാണ് ഖുർആൻ. കിതാബ് കിതാബു എന്ന് പറഞ്ഞാൽ കിതാബു എന്ന് പറയേണ്ടടുത്ത് ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞോടത്ത് തന്നെ ഒരു അർത്ഥോക്തില്ലേ? എന്ത്? ഗ്രന്ഥം, അടിസ്ഥാന ഗ്രന്ഥം. അതും തന്നെ, ഇത് തന്നെ. പക്ഷെ നീ വായിച്ചതായിക്കോളണമെന്നില്ല. അതില്ലാതെ ഒരു സംശയമല്ല. അതിൽ യഥാർത്ഥ ജ്ഞാനി എത്തിച്ചേരും. ആ ജ്ഞാനിയെ നീ അവലംബിക്കണം, നീ എത്തിച്ചേരൂല. അപ്പൊ നീ ഖുർആനിൽ നിന്നെ വായിക്കും, അതേ സമയത്ത് നീ ജ്ഞാനിയെ വായിച്ചാൽ നീ വായിച്ചത് എന്തിനെ തന്നെ? ഖുർആൻ. മനസ്സിലായില്ല? നീ കണ്ണിയത്തിനെ പിൻപറ്റിയാൽ നീ പിൻപറ്റത് എന്ത് തന്നെ? ഖുർആനെ തന്നെ. എന്തുകൊണ്ട്? അദ്ദേഹം ഇരുത്തം ചെന്ന സാത്വികനാണ്. അതേ സമയത്ത് നീ നേരിട്ട് ഖുർആൻ വായിച്ചാലോ? നീ വായിക്കുന്നത് ആരെയാണ്? നീ വായിക്കുന്നത് ആരെയാണ്? നിന്നെയാണോ? വേദഗ്രന്ഥം മിറർ മാത്രമാണ്. വേദഗ്രന്ഥം അവലംബമാണ്. പക്ഷെ നിന്റെ ന്യായം അവസാനത്തെ അവലംബമല്ല. വിജ്ഞാനത്തിൽ ലബ്ധപ്രതിഷ്ഠ എന്നൊരു വാക്കുണ്ട് ഖുർആനിൽ. വിജ്ഞാനത്തിൽ ഇരുത്തം ചെന്നവർ, അവരുടെ ന്യായാണ്. അവർ യഥാർത്ഥാണ് പറഞ്ഞത്. അവരെക്കാൾ വലിയവരെ അവലംബിച്ചു. അവന്റെ അപ്പുറം അവലംബിച്ചു. എല്ലാവർക്കും അവലംബങ്ങളാണ്. ലോകം കണ്ട മഹാപണ്ഡിതനാണ് ഇമാം ഷാഫിഈ. എന്നിട്ട് ഈ മനുഷ്യൻ ആട്ടിടേൻ്റെ അടുത്ത് പോയിരിക്കും. എല്ലാവരും ആക്ഷേപിക്കും, എന്നിട്ട് അവിടെ പോയിരിക്കും.
ആട്ടിടേന്റെ അടുത്ത് പോയാൽ ഈ മനുഷ്യൻ ഇങ്ങനെ തല താഴ്ത്തി. മനസ്സിലായില്ല? മസ്ജിദ് അംർ ബിൻ ആസിലെ മുദരിസാണ് ഇമാം ഷാഫിഈ. ഹിജ്റ 22 മസ്ജിദ് അംർ ബിൻ ആസ് ഉണ്ടാക്കുന്നത്. ആരാണ്? ജേതാവായ അംർ ബിൻ ആസ് തറക്കല്ലിട്ടുണ്ടാക്കിയ പള്ളിയാണ് ഏത്? മസ്ജിദ്. ആ മസ്ജിദ് അംർ ബിൻ ആസ് അതിൽ, അതായത് നൈൽ നദിക്കരയിൽ ഞാനൊരു 25 വട്ടത്തിനപ്പുറം ഒരു 30 വട്ടമെങ്കിലും ആ പള്ളി പോയിട്ടുണ്ട്. മസ്ജിദ് അംർ ബിൻ ആസ്, അത് നൈൽ നദിക്കരയിലാണ്. ആ പള്ളിയിലെ മുദരിസാണ് ആര്? ഇമാം ഷാഫിഈ. ഹിജ്റ 201, 202, 203, 204 വഫാത്താവുന്ന കാലത്ത് വരെയും അവിടെയാണ്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സംഘം ആളുകൾ അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തുകയും അതിൽ പിന്നെ രോഗിയായി മരിക്കുകയും ചെയ്തത്. ഇമാം ഷാഫിഈ മനസ്സിലാവുണ്ട് പറഞ്ഞത്. അവിടെ മുദരിസാവുന്ന കാലത്ത് അടിക്കുന്നത്, ജനങ്ങൾ അടിച്ചു. സത്യം ഒരിക്കലും ജനങ്ങൾ കൊടുക്കാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ ജനം തന്നെയും. ഒരു പണ്ഡിതനെ ജനം പ്രശംസിക്കണ്ടെങ്കിൽ ഉറപ്പിച്ചാലും ഉറപ്പിച്ചോളും കളഞ്ഞു. സത്യം പറയുന്നവരാണ് മുതൽ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അയാൾ കാലത്തിനപ്പുറത്തിരിക്കും, ജനം ഉൾക്കൊള്ളൂല. ഇമാം ഷാഫിഈ ഞാൻ വിഷയം മാറിപ്പോവും, വീഴ്ത്തി മരിച്ചാൽ മതി. ആ പള്ളി ഈ വ്യക്തി, ഈ മസ്ജിദ് അംർ ബിൻ ആസിലെ മുദരിസാവുന്ന കാലത്ത് ഈ മനുഷ്യൻ ഷൈബാൻ എന്നൊരു ആട്ടിടയന്റെ അടുത്ത് പോയിരിക്കും. ആട്ടിടയത്തിന്റെ അടുത്ത് എന്നാൽ ആട്ടിടയനെ സംസാരിക്കൂ, ഈ മനുഷ്യൻ മിണ്ടൂല. ശിഷ്യന്മാരൊക്കെ ആക്ഷേപിക്കും. അക്കാലത്ത് ഇമാം ഷാഫിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഇമാം മുസ്നി. മുസ്നി വരെ ആക്ഷേപിക്കും. മനുഷ്യന്മാർ മാനം കെടുത്ത കുട്ടികളെ ചിലപ്പോൾ മറ്റുള്ളവരെ ആക്ഷേപിക്കും. ആട് മേക്കണോ അന്തം വരെ നിങ്ങൾ ഉസ്താദിനില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? മനസ്സിലായില്ല? ആട്ടിടയന്റെ അടുത്ത് ആട്ടിടയനോ? അപ്പോൾ ഇമാം ഷാഫിഈ ശിഷ്യന്മാരോട് പറയും, നമുക്കറിയാത്ത ചില വിവരങ്ങൾ അയാളുടെ അടുത്തെത്തുമ്പോഴാണ് നമുക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാവും. അയാൾ ദൈവജ്ഞാനിയാണ്. നിങ്ങളെല്ലാം വിചാരിച്ച് അപ്പൊ നമ്മളൊക്കെ അവലംബിക്കുന്ന വ്യക്തിക്കും എന്തുണ്ട്? ഏഴാമത്തെ വയസ്സിൽ വ്യാഖ്യാന സഹിതം ഖുർആൻ മനപ്പാഠമാക്കിയ ഒരു മനുഷ്യന് എന്തിനാണ് ഒരാട്ടിടയൻ? ആ വേദഗ്രന്ഥത്തിൽ തന്നെ കാണും എന്നുള്ള പേടി അതിന്റെ കൂടെ ഇല്ല. മനസ്സിലായില്ലേ? ആ ആട്ടിടയന്റെ അടുത്തിരിക്കുമ്പോൾ ഇരുന്ന് തന്നെ നന്നാക്കിയതിന് ശേഷം ആണ് ഈ വ്യക്തിക്ക് എന്ത് മനസ്സിലാവുന്നത്? അദ്ദേഹത്തിന്റെ മിററാണ്, അദ്ദേഹത്തിനെയാണ് പിന്നെ ഖുർആനിൽ ഇമാം ഷാഫി കാണുക. ആ ഇമാം ഷാഫിയെ ലോകത്തിന് ഉപകരിച്ചു. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? നമ്മളൊക്കെ ഖുർആനെ കാണാം, മിററാണ്, കണ്ണാടിയാണ്. അതേത് വ്യക്തി ഇനി ഇതുവരെ ഇല്ലാത്തൊരു ഇസം വന്നാൽ ആ ഇസം എന്തവലംബിക്കും? ഇപ്പൊ 3 വഖത്ത് നിസ്കാരമേ ഉള്ളൂ, 5 വഖത്തില്ല എന്ന് പറഞ്ഞ ആര്? എന്താണ് അവലംബിച്ചത്? ഖുർആൻ. എന്തുകൊണ്ട് ഖുർആൻ എന്താണ്? ഇന്നാ ഇതെല്ലാം അല്ലേ ആണ്, പക്ഷെ നീ നിന്നിലൂടെ നോക്കരുത്. എന്തുകൊണ്ട്? ഖുർആൻ നോക്കിയാൽ നീ അന്നേ കാണുള്ളൂ, എനിക്ക് തോന്നിയ മതിയാകാം. അതേ സമയത്ത് മഖ്ദൂം എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? ഫതുൽ മുഈൻ. മഖ്ദൂമോ അത് മില്ലാണ്. ഈ മഖ്ദൂം എങ്ങനെ മില്ലായത്? അതിനപ്പുറത്ത് വേറെ മില്ലുണ്ട്, ആ മില്ലിന്ന് മുറിച്ചതാണ് ഈ മില്ല്. ഇപ്പൊ സുന്നികള് ഒരു കാര്യം പറഞ്ഞാൽ വേഗം ചോദിക്കെന്താ? ആ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? എന്തുകൊണ്ട് സുന്നികൾ ആരായി? വഹാബിയായിടോ. ആരത്തുണ്ടോ ഹദീസുണ്ടോ എന്ന് ചോദിച്ചാലും വഹാബി. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിപ്പാക്കാലോ? കാരണം ഖുർആൻ എന്നതൊരു മീറാണ്. അതിൽ ചേകനൂരിന്റെ താല്പര്യമാണ് ചേകനൂരാക്കേണ്ടത്. അപ്പൊ ഖുർആനിലൂടെ ചേകനൂർ സമീപിച്ചപ്പോൾ അയാൾക്ക് എന്ത് കിട്ടി? 3 വഖത്താണ്. കുൽ എന്ന പദങ്ങളെല്ലാം ഖുർആനിൽ നിന്ന് വെട്ടണം എന്ന അഭിപ്രായം ചേകനൂരുണ്ടായിരുന്നു. കുൽ, എനിക്ക് ചേകനൂരിന് എന്താ ന്യായം? കുൽ ഹുവല്ലാഹു അഹദ്, നബിയെ അല്ലാഹു ഏകനാണ് എന്ന് താങ്കൾ പറയുക.
അപ്പൊ അതെന്തിനാ ഭാഷ തകർന്ന് നശിച്ചു. എന്തുകൊണ്ട് പഴിച്ചു? ഇത് നമ്മളെ രീതിയല്ല. ഒരു കാര്യത്തിന് ഫത്വൽ മുഅ്മിനുണ്ട് പറഞ്ഞാൽ നമുക്ക് രീതിയാണ്. എന്തുകൊണ്ട്? ഈ ഖുർആനും ഹദീസും ഇട്ട ഒരു മില്ലാണ് ആര് മഖ്ദൂം. അവർക്ക് അപ്പുറത്ത് വേറെ മില്ലുണ്ട്, അത് ഇബ്നു ഹജറാണ് റളിയല്ലാഹു അൻഹു. അവർക്ക് അതിന്റെ അപ്പുറത്തെ മില്ലുണ്ട്, അത് സക്കരിയ അൻസാരിയാണ്. അതിനപ്പുറത്ത് വേറെ മില്ലുണ്ട്, അത് ഇമാം നവവിയാണ്. അതിനപ്പുറത്ത് വേറെ മില്ലുണ്ട്, അത് ഇമാം ഷാഫിഈയാണ്. അതിനപ്പുറത്ത് അവർക്ക് വേറെ മില്ലുണ്ട്, അത് ഇമാം നാഫിയാണ്. അതിനപ്പുറത്ത് ഇബ്നു ഉമറാണ്. ആ ഇബ്നു ഉമറാണ് ആരെ നേരിട്ട് കാണുന്നത്? പുണ്യ റസൂലിനെ, അല്ലെങ്കിൽ അബൂ ഹുറൈറയെ, അല്ലെങ്കിൽ അനസ് ബിൻ മാലിക്കിനെ. ഈ മില്ല് വഴി കടന്നു വന്ന ചോറ് നമ്മൾ തിന്നാൻ പറ്റുള്ളൂ. നേരിട്ട് ഖുർആൻ അവിടെ ആരെ തള്ളി? ഇവരൊക്കെ തള്ളി. അത് നമുക്ക് ദഹിക്കൂല, അത് നമ്മളെ കിടവി കളയും. മനസ്സിലായി? 100% പേക്കും. ഇന്നത്തെ പോക്ക് സുന്നിയാൾ പേപ്പിക്കും. പെച്ച് കഴിഞ്ഞു സുന്നിയാൾ പേച്ച് കഴിഞ്ഞു. ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്നുള്ള പുതിയ ചോദ്യം പിഴവാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ട് ഒരു ഇമാമിങ്ങൾ ആ ഇമാമീന് ഏതായത്താണാവോ ഏതോ ഹദീത്താണാവോ അവലംബം എന്ന് അന്വേഷിക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ നമ്മൾ നേരിട്ട് ഹദീത്ത് കണ്ടാലും നമുക്കത് അവലംബിക്കാൻ പറ്റില്ല. അതേസമയത്ത് റാസിഖീങ്ങളായ ആളുകൾക്ക് അവലംബിക്കാം. ലബ്ധപ്രതിഷ്ഠർ. വ്യാസൻ എന്നത് ഒരാളല്ല എന്നും അഭിപ്രായം. ഓരോ കാലത്തും വേദത്തെ സമൂഹത്തിന് വേണ്ടി മിതപ്പെടുത്തി കൊടുത്ത ആൾ വ്യാസനാണ്. വ്യാസൻ എന്ന വാക്കിന് സംയോജകൻ എന്നാണ്. വിഷയം മാറി പറഞ്ഞ് മനസ്സിലായില്ലേ? അതത് ചിന്തിക്കണം. വ്യാസൻ എന്ന വാക്ക് സംയോജകനാണ്. സംയോജകർ ഒരുപാട് വന്നു പോയിട്ടുണ്ട്. ഭാഷ അതൊക്കെ പറഞ്ഞത് മനസ്സിലായി. വളരെ ചിന്തിക്കണം. ഞാൻ MTയുടെ 2-ാം മൂഴം വായിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ കുരുക്ഷേത്രത്തെക്കുറിച്ച് യുദ്ധത്തെക്കുറിച്ചും ഉള്ള സത്യമാണ്. ഒരുത്തൻ അവൻ എന്നാ നിയമം. അതേസമയം അല്ലാഹുവേ സാലിഹ കുട്ടിയെ കൊടുക്കണമേ റബ്ബേ, സാലിഹ കുട്ടിയെ കൊടുക്കണമേ, സാലിഹ കുട്ടിയെ കൊടുക്കണമേ റബ്ബേ. കണ്ണീർ ഷിഫയാകാനും മാറാനും. സഹൽ അബുദാബി 101 രൂപ. നബി നമുക്ക് തന്നു. അപ്പൊ കുൽ നമുക്ക് ആയത്താണ്. ഇവിടെ മുജാഹിദിനെ വെച്ചു, ഇവിടെ ജമാഅത്തിനെ വെച്ചു, ഇവിടെ ഏകനാണ് എന്ന് താങ്കൾ പറയുക. അപ്പൊ ആദ്യം എന്തിനാ നബി പറയേണ്ട ആവശ്യം? നബി ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ് ചേകനൂരിന്റെ ഭാഷ. ബുദ്ധിക്ക് യോജിക്കണം. അത് തന്നെയാണ് താനും. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. രാവിലത്തെ പരീക്ഷ ഉച്ചക്ക് ശേഷം ആക്കാൻ പറയും കേട്ടോ എന്ന് ഞാൻ അഷ്റഫ് മാഷോട് പറഞ്ഞു. ഞാൻ ഇവിടെ ഇന്നിപ്പോൾ നിങ്ങൾ ക്ലാസ് തുടങ്ങിയാൽ പറയാൻ പറ്റാ, അന്ന് കുട്ടികൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ പരീക്ഷ ഒന്ന് മാറ്റിച്ചാളി, ഇന്നൊരു പരീക്ഷയുള്ളൂ, അത് ഉച്ചയ്ക്ക് ശേഷം മാറ്റിക്കളി. ഞാനിപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞു. ക്ലാസ് തുടങ്ങിയപ്പോൾ പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി അദ്ദേഹം പോയിട്ട് സ്റ്റാഫിന്റെ ഗ്രൂപ്പ് ഉണ്ട്, ഈ സ്റ്റാഫ് ഗ്രൂപ്പിൽ എന്താ പറയണ്ടത്? രാവിലത്തെ പരീക്ഷ ഉച്ചക്കാക്കിക്കോളൂ എന്ന് പറയൂ എന്ന് പറയണ്ടേ? ഇല്ലല്ലോ എന്നാ ചെങ്ങന്നൂരിന്റെ ഭാഷ. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. പുല്ല് ഒന്നും വേണ്ട, ശേഷമുള്ളതില്ലേ പറയേണ്ടതുള്ളൂ എന്നാണ് ആരുടെ ഭാഷ? പറയാൻ മനസ്സിലായോ നിങ്ങൾക്ക്? അതാണ് നേരെ ബുദ്ധി. ബുദ്ധി അംഗീകരിക്കുന്നു, അതാണ്. പക്ഷെ ഖുർആൻ ഇതാണ് എന്നുള്ളത് ജിബ്രീൽ കൊടുത്തതാണ്. അപ്പോൾ ഹബീബ റസൂലുള്ളാഹിയുടെ ബുദ്ധിയല്ല അവലംബം, പിന്നെന്താണ്? ജിബ്രീലിനെ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല. അപ്പൊ ജിബ്രീലിനെ പിന്തുടർന്നു. ജിബ്രീലിന് അള്ളാഹു കൊടുത്തു, ജിബ്രീൽ നബിക്ക് കൊടുത്തു, നബി നമുക്ക് തന്നു. അപ്പൊ കുൽ നമുക്ക് ആയത്താണ്. ചേകനൂരിന് അത് ആയത്ത അല്ല, ആയത്തിനെ ഒഴിവാക്കണം എന്നാണ്. എങ്കിൽ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായല്ലോ. എങ്കിൽ സാധാരണ ബുദ്ധി അംഗീകരിക്കുക ആരെ വാദാണ്? ചേകനൂവാദാണ്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായി. ചിന്തിക്ക്. ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നീ റാസിഖായ ഈ റുസൂഖിന്റെ ഈ റാസിഖായ വ്യക്തികളുടെ ആദ്യത്തെ അവലംബമാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈ വ്യക്തികളെയൊക്കെ മന്ദമയങ്ങിയിരിക്കും. അന്തം. ചില ആളുകൾ എന്റെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് പൊതു അഭിപ്രായത്തിനെതിരായാൽ പോലും അവരത് ചെയ്യും. ചെയ്തിട്ട് പറയും, അവരോട് അഭിപ്രായക്കേട് ചോദിച്ചാൽ കന്യത്തിനോട് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ മറ്റവരോടൊന്നും പറയില്ല. കന്യത്ത് അവർക്ക് എന്താണ്? അതേ സമയത്ത് അങ്ങനെ ഒരു ഹദീസ് ഉണ്ടാവും, വിശ്വസിക്കൂല. കാരണം ആ ഹദീസിന് അപ്പുറത്ത് തഖ്സീസ് വേറെ ഉണ്ടാവും, തമീം വേറെ ഉണ്ടാവും. അതേ സമയത്ത് ഈ തഖ്സീസും തമീമും എല്ലാം കൂടി ചേർന്ന ഒരു മില്ലാണ് ആര്? കന്യത്ത്. കന്യത്തിലൂടെ അറിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാം. നമ്മൾ ഇതിലൂടെ നമ്മുടെ ഈ വിവരമില്ലാത്ത നമ്മൾ ഇതിനെ മാത്രം അവലംബമാക്കുമ്പോൾ നമ്മൾ അവലംബമാക്കുന്ന ആരെ തന്നെയാണ്? നമ്മൾ തന്നെയാണ്. ഇതാണ് വഹാബിക്ക് 100 വട്ടം പറ്റിയത്. അത് വഹാബിനോട് ചെറിച്ചും കളിച്ച് നടക്കുന്ന കൗമിനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പിഴവിലേക്ക് ഇപ്പൊ സുന്നി അതപ്പതിച്ചു. ഇനി സുന്നികൾക്ക് അതപ്പതിക്കണ കാലം. സുന്നികൾ ഇനി അതപ്പതിക്കുക, അതപ്പതിച്ച് തകർന്ന് നശിച്ചു. എന്തുകൊണ്ട് പഠിച്ചു? ഇത് നമ്മളെ രീതിയല്ല. ഒരു കാര്യത്തിന് ഫത്വൽ മുഈനുണ്ട് പറഞ്ഞാൽ നമുക്ക് രീതിയാണ്. എന്തുകൊണ്ട്? ഈ ഖുർആനും ഹദീസും ഇട്ട ഒരു മില്ലാണ് ആര്? മഖ്ദൂം. അവർക്ക് അപ്പുറത്ത് വേറെ മില്ലുണ്ട്, അത് ഇബ്നു ഹജറാണ് റളിയല്ലാഹു അൻഹു. അവർക്ക് അതിന്റെ അപ്പുറത്തെ മില്ലുണ്ട്, അത് സക്കരിയ അൻസാരിയാണ്. അതിനപ്പുറത്ത് വേറെ മില്ലുണ്ട്, അത് ഇമാം നവവിയാണ്. അതിനപ്പുറത്ത് വേറെ മില്ലുണ്ട്, അത് ഇമാം ഷാഫിഈയാണ്. അതിനപ്പുറത്ത് അവർക്ക് വേറെ മില്ലുണ്ട്, അത് ഇമാം നാഫിയാണ്. അതിനപ്പുറത്ത് ഇബ്നു ഉമറാണ്. ആ ഇബ്നു ഉമറാണ് ആരെ നേരിട്ട് കാണുന്നത്? പുണ്യ റസൂലിനെ, അല്ലെങ്കിൽ അബൂ ഹുറൈറയെ, അല്ലെങ്കിൽ അനസ് ബിൻ മാലിക്കിനെ. ഈ മില്ല് വഴി കടന്നു വന്ന ചോറ് നമ്മൾ ഉണ്ണ പറ്റുള്ളൂ. നേരിട്ട് ഖുർആൻ അവിടെ ആരെ തള്ളി? ഇവരൊക്കെ തള്ളി. അത് നമുക്ക് ദഹിക്കൂല, അത് നമ്മളെ കെടുവി കളയും. മനസ്സിലായി? 100% പേക്കും. ഇന്നത്തെ പോക്ക് സുന്നികൾ പേപ്പിക്കും. പേച്ച് കഴിഞ്ഞു സുന്നികൾ പേച്ച് കഴിഞ്ഞു. ആയത്തിൻ്റെ ഹദീസും പോലെയുള്ള പുതിയ ചോദ്യം പിഴവാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്. എന്നാൽ എന്തുകൊണ്ട് ഒരു ഇമാമിങ്ങൾ ആ ഇമാമീന് ഏതായത്താണവോ ഏതോ ഹദീത്താണവോ അവലംബം എന്ന് അന്വേഷിക്കുന്നത് തെറ്റില്ല. അപ്പൊ നമ്മൾ നേരിട്ട് ഹദീത്ത് കണ്ടാലും നമുക്കത് അവലംബിക്കാൻ പറ്റില്ല. അതേസമയത്ത് റാസിഖീങ്ങളായ ആളുകൾക്ക് അവലംബിക്കാം. ലബ്ധപ്രതിഷ്ഠർ. വ്യാസൻ എന്നത് ഒരാളല്ല എന്നും അഭിപ്രായം. ഓരോ കാലത്തും വേദത്തെ സമൂഹത്തിന് വേണ്ടി മിതപ്പെടുത്തി കൊടുത്ത ആൾ വ്യാസനാണ്. വ്യാസൻ എന്ന വാക്കിന് സംയോജകൻ എന്ന് വിഷയം പറഞ്ഞ് മനസ്സിലായില്ലേ? അതത് ചിന്തിക്കണം. വ്യാസൻ എന്ന വാക്ക് സംയോജകനാണ്. സംയോജകർ ഒരുപാട് വന്നു പോയിട്ടുണ്ട്. ഭാഷ പറഞ്ഞ് മനസ്സിലായി, വളരെ ചിന്തിക്കണം. ഞാൻ MTയുടെ 2ാം മൂലം വായിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ കുരുക്ഷേത്രത്തെക്കുറിച്ച്, യുദ്ധത്തെക്കുറിച്ചും ഗീതയെക്കുറിച്ചും ഒക്കെ വേറൊരു അഭിപ്രായം എൻ്റെ മനസ്സിൽ വന്നത്. നേരത്തെ ഞാൻ മഹാഭാരതം വായിച്ചിട്ടുണ്ട്, പക്ഷെ പിന്നീട് ഞാൻ അതിൻ്റെ യുദ്ധകാന്ഡം അവലംബിച്ചാണ് എന്ത് എഴുതിയത്, 2ാം മൂലം എഴുതുന്നത് MT. അപ്പം വ്യാസനെ പറ്റി പഠിക്കുമ്പോൾ വ്യാസൻ ഓരോ കാലഘട്ടത്തിലും വേദത്തെ സമൂഹത്തിന് പാകപ്പെടുത്തി കൊടുത്ത ആളുകളാണ് അവർ. അതാണ് ആ മതത്തിന്റെ റാസിഖ്. നമ്മളെ മതം, നമ്മളെ വേദം ഓരോ കാലഘട്ടത്തിലും സമൂഹത്തിന് വേണ്ടി അതങ്ങനെ തന്നെ ഇരുത്തം ചെന്ന മഹാപണ്ഡിതന്മാർ അവർ പറഞ്ഞാൽ അത് അവലംബിക്കാൻ പറ്റൂല. നമ്മൾക്ക് നേരെ ആയത്തെടുത്താൽ നമ്മൾ അവലംബിക്കരുത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇപ്പൊ ഉദാഹരണം, ഒരാളുടെ ജനനേന്ദ്രിയം, അയാളുടെ ലിംഗം, മനസ്സിലായില്ലേ? ലൈംഗിക അവയവം. ഈ അവയവം തൊട്ടാൽ ഒന്നും മുറിയും.